ഇതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ ഈ മോഡിയുടെ പേരും തന്റെ പേരും കൂടി കൂട്ടി പറഞ്ഞാൽ, അല്ലെങ്കിൽ BJP-യുടെ പേരും ഞങ്ങളുടെ പേരും കൂടി കൂട്ടി പറഞ്ഞാൽ പക്ഷെ പബ്ലിസിറ്റി കിട്ടുമല്ലോ. അതാണ് എനിക്കത്ര ചോദിക്കാനുള്ളൂ. വലിയ ധീരനും ധൈര്യവാനും ഒക്കെ ആണെങ്കിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണം. ചൊണ കാണിക്കേണ്ടത് അങ്ങനെയാണ്. അമേഠിയിൽ മത്സരിക്കണം. അമേഠിയിൽ മത്സരിക്കട്ടെ രാഹുൽ ഗാന്ധി. എന്നാലേ ഇന്ന് BJP-യുടെ നമ്പർ 1 എതിരാളി രാഹുൽ ഗാന്ധിയാണെന്നാണല്ലോ അവര് പറയുന്നത്. ആ സ്ഥാനമെങ്കിലും നിലനിർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ കോൺഗ്രസും BJP-യും തമ്മിലാണ് പ്രധാന മത്സരം ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും. അതുകൊണ്ട് കോൺഗ്രസ് ആണ് പ്രധാന ശത്രു എന്നും രാഹുൽ ഗാന്ധിയാണ് BJP-യുടെ അല്ലെങ്കിൽ മോദിയുടെ പ്രധാന എതിരാളി എന്ന് പറയണ്ടല്ലോ. ആ സ്ഥാനമെങ്കിലും നിലനിർത്തണമെങ്കിൽ അമേഠിയിൽ മത്സരിക്കണം. അല്ലാണ്ട് ഈ കേജ്രിവാൾ പറഞ്ഞതുപോലെ മോഡി വിവരം അറിയുന്നില്ല. അദ്ദേഹം 10,000 ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന റാലികൾ, പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഭാരതത്തിന്റെ കിഴക്കൻ മേഖല, അദ്ദേഹം ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി പോലുള്ള UP പോലുള്ള പ്രദേശങ്ങളിൽ ഇപ്പം വളരെ കുറഞ്ഞ റാലികളാണ് അഭിസംബോധന ചെയ്യുന്നത്. കാരണം അവിടെയൊക്കെ ഏതാണ്ട് കാര്യങ്ങൾ അത്രയും സുരക്ഷിതമാണ്. ഇത്തവണ ബംഗാള്, ഒറീസ, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സത്യത്തിൽ മത്സരം നടക്കുന്നതും അവിടെയൊക്കെയാണ്. നോർത്ത് ഇന്ത്യയിലൊന്നും വലിയ മത്സരമില്ല എന്നാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ട്. മത്സരം നടക്കുന്നത് ബംഗാൾ, തമിഴ്നാട്, ഒറീസ പോലുള്ള സംസ്ഥാനങ്ങൾ, അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് അത്രയ്ക്കൊക്കെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രാഹുൽ ഗാന്ധി അമേഠിയിലെങ്കിലും ഒന്ന് മത്സരിക്കണം. സോണിയാഗാന്ധി രക്ഷപ്പെട്ടു, അവര് രാജ്യസഭയിലേക്ക് പോയി, റായ്ബറയിലേക്ക് അവർ ഇത്തവണ പോവില്ല. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഇപ്പോ പബ്ലിസിറ്റി കിട്ടാൻ മോഡിക്ക് ഞങ്ങളെ ഭയമാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഒന്നും പറയാനില്ല, നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നേ പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് രാജ്യത്ത് ഏറ്റവും വിരസമായ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. കാരണം ഒരു വൺ സൈഡഡ് ഇലക്ഷനാണ്. 1984 ശേഷമുള്ള ഒരു വൺ സൈഡഡ് ഇലക്ഷനാണ്. 1984 ഒരു വൺ സൈഡഡ് ഇലക്ഷൻ കണ്ടത്. ഇപ്പൊ അതൊരു വൺ സൈഡഡ് ഇലക്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പല സംസ്ഥാനങ്ങളിലും ഫൈറ്റ് പോലും ഇല്ല. ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും ഫൈറ്റ് പോലും ഇല്ല. ഗുജറാത്തിൽ ഫൈറ്റ് പോലും ഇല്ല എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു വിരസമായ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വൺ സൈഡഡ് ഇലക്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയാനുള്ള തന്നിടമില്ല. ഇപ്പോൾ ഇവരിവിടെ ഗണപതി വട്ടത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. വാൾട്ടയേഴ്സ് എന്നായിരുന്നു വിശാഖപട്ടണത്തിന് ബ്രിട്ടീഷുകാരിട്ട പേര്. അത് വിശാഖപട്ടണമാക്കിയത് കോൺഗ്രസ്സുകാരല്ലേ. ഗുൽഷനാബാദ് എന്നായിരുന്നു നാസിക്കിന്, മുസ്ലിം രാജാക്കന്മാർ നാസിക്കിനിട്ട പേര് ഗുൽഷനാബാദ് എന്നായിരുന്നു. അത് കോൺഗ്രസ്സുകാർ നാസിക് എന്നാക്കിയില്ലേ. ഈ തമിഴ്നാട്ടിലെ തലസ്ഥാനം ചെന്നൈയുടെ പേര് മദ്രാസ് എന്നാക്കിയിരുന്നു, അത് ചെന്നൈ ആക്കിയില്ലേ. ഇനി ഒക്കെ പോകട്ടെ, ഈ ഉദ്ധവ് ഠാക്കറെയുമായി ചേർന്ന് കോൺഗ്രസ്സുകാർ 2.5 കൊല്ലം മഹാരാഷ്ട്ര ഭരിച്ചപ്പോൾ അവരുടെ ഭരണം അവസാനിക്കുന്ന, അതായത് MLA-മാര് റിസോർട്ടിലേക്ക് പോയപ്പോൾ ഉദ്ധവ് ഠാക്കറെ രാജിവെച്ചു. ആ രാജിവെക്കുന്നതിന്റെ തലേ ദിവസം രാത്രി 2 ഫയൽ ഒപ്പിട്ടു. എന്താണ്? ഒസ്മാനാബാദിന്റെ പേര് മാറ്റിക്കൊണ്ടും ഔറംഗാബാദിന്റെ പേര് മാറ്റിക്കൊണ്ടും ഷാഹുജി സംഭാജി നഗർ എന്നൊക്കെ ആക്കിക്കൊണ്ട് ഒസ്മാനാബാദിന്റെയും പിന്നെ ഔറംഗാബാദിന്റെയും പേര് മാറ്റിക്കൊണ്ടുള്ള ഫയൽ ഒപ്പിട്ടു പോയി. അപ്പൊ ഇതൊക്കെ ചെയ്തവരാണ് കോൺഗ്രസ്സുകാർ, അതിനൊക്കെ സഹായിച്ചവരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പൊ അവര് ഗണപതി വട്ടം എന്ന ചരിത്ര രേഖയിലും മുനിസിപ്പാലിറ്റിയുടെ രേഖയിലും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ രേഖയിലും വയനാട് ജില്ലാ സെൻസസിന്റെ രേഖയിലുമുള്ള അല്ലെങ്കിൽ മാനുവൽ ലോഗൻസ് മാനുവൽ, മലബാർ മാനുവലിലുള്ള പേര് ഇടണമെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം. കാരണം അത് കേരളമാണ്. ഇതാണ് പ്രശ്നം. ഇത് കേരളമാണ്. തമിഴ്നാട്ടിന് ചെന്നൈ, മദ്രാസ് ചെന്നൈ ആക്കാൻ കോൺഗ്രസ്സുകാർക്ക് അന്ന് ADMK സാഹചര്യത്തിൽ ഭരിക്കുന്നവർക്ക് വിഷമമില്ല. ഗുൽഷനാബാദിനെ നാസിക്കാക്കാൻ വിഷമമില്ല. വാൾട്ടയേഴ്സിനെ വിശാഖപട്ടണമാക്കാൻ വിഷമമില്ല. രാത്രിക്ക് രാത്രി ഒസ്മാനാബാദും ഔറംഗാബാദും ഷാഹുജി സംഭാജി നഗറാക്കുന്നതിൽ വിഷമമില്ല. പക്ഷെ കേരളത്തിൽ വന്നാൽ ഇവര് കുപ്പായം മാറും. കേരളത്തിൽ ഇവരുടെ സ്വഭാവവും ഭാവവും ഇവരുടെ പ്രസ്താവനകളും നയങ്ങളും ഒക്കെ മാറും. പക്ഷെ ഇപ്പൊ കേരളത്തിന് രക്ഷയില്ല. കാരണം ഈ ക്യാമറ, ടെലിവിഷൻ ചാനലുകാരാണ് ഈ കുഴപ്പക്കാര്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കാരും. കാരണം ഇത് അപ്പപ്പ ലൈവായിട്ട് പോവല്ലോ, ഈ ഷൂട്ട് ചെയ്ത് പോവല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ വിഷയം ഇതിപ്പോ ചർച്ചയാവാൻ കാരണം എന്താ? ചർച്ചയാവാൻ കാരണം MM ഹസന് കൃത്യമായ ഒരു ഉത്തരം പോലും പറയാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അതിനിപ്പോ ഞങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റില്ല, പത്രക്കാരോട് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ MM ഹസൻ പറഞ്ഞ് എന്താ പറയാ തല വെച്ചു കൊടുത്തുണ്ടാക്കിയ ഒരു ചർച്ചയാണിത്.
ഞങ്ങൾക്കൊന്നും ഇതില് താല്പര്യമില്ല. ഞങ്ങൾ ഊറി ചിരിക്കുകയാണ് ഈ കളി കണ്ടിട്ട്. ഞങ്ങള് ചിരിച്ച് നോക്കിയിരിക്കുകയാണ്.